സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയതിൽ പ്രതികരണവുമായി സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ടിൻഡു ദാസ് ഉണ്ട്. അവിടെ മാതാപിതാക്കൾക്കൊപ്പം ടിൻഡുവിലേക്ക്. അനു, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതികൾ 19 പേർക്ക് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നു. അമ്മ, 19 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണ് പ്രതികരണം? അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് അവസ്ഥ അറിയാമല്ലോ. ഇത്രയും നശിപ്പിക്കേണ്ടതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞ് അടുത്ത് അറസ്റ്റായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തോട്ട് വരികയാണ് അവർ. അപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്തടിസ്ഥാനത്തിൽ കൊടുത്തെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അവർ പുറത്തു വരുന്നതോടുകൂടി ഉള്ള തെളിവും കൂടെ നശിക്കാൻ പോകുന്നു. അതിലിപ്പോൾ വിഷമത്തില്ല. അമ്മയും കൂടി കക്ഷി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ, അതായത് ഇനി ഇവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ സാധിക്കുന്ന പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഞങ്ങൾ ഏതറ്റം വരെ പോകും, അതിപ്പോൾ ഏത് രീതിയിലായിരുന്നാലും. പക്ഷെ ഇത് പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ജാമ്യം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് ക്രൂര കൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും തെളിവുകളിൽ അവരാദ്യം തന്നെ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ജാമ്യം കിട്ടിയൊരു വിഷമത്തില. എനിക്ക് വേറെ നിയമപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ മുൻപോട്ട് തന്നെ. അച്ഛാ, എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള നീക്കം? എങ്ങനെയാണ് ഇനിയും? ഏതായാലും ജാമ്യം അവർക്ക് കിട്ടി എന്നറിഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുത്തു. അവർക്ക് നിയമവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുത്തായിരിക്കും. എനിക്ക് കൂടുതൽ നിയമം അറിയാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും അവർക്ക് ഇനി എനിക്ക് അതിനുള്ള സാധ്യത, അപ്പീലിന് പോകാനുള്ള സാധ്യത ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അതായിട്ടും എനിക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോടതിക്ക് അതിനുള്ള തെളിവുകളോ കാര്യങ്ങളോ ചിലപ്പോൾ കിട്ടിയില്ലായിരിക്കും. എനിക്കറിയില്ലാതെ ഏറ്റവും, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ച് അതിൻ്റെ നാരായണക്കല്ലിൽ എടുത്ത് കൊടുത്തിട്ടാണ് ഈ കേസ് CBIയിൽ കിട്ടിയത്. നല്ല രീതിയിൽ നശിപ്പിച്ച്, തെളിവുകളും നശിപ്പിച്ച്, അതിനനുസരിച്ചുള്ള എത്ര ദിവസത്തോളം CBIക്ക് കൊടുക്കാനായിട്ട് വൈകിപ്പിക്കാൻ പറ്റുമോ ഈ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ലേറ്റാക്കിയിട്ടാണ് ഈ കേസ് CBIക്ക് കിട്ടിയത്. അതുകൊണ്ട് CBIക്ക് കിട്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് CBIക്ക് കുറേ തെളിവുകൾ കാര്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ അമാനുഷികരൊന്നുമല്ല. അവർക്ക് തെളിവുകൾ സംഘടിപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷെ ആദ്യം മര്യാദയ്ക്കാണെങ്കിൽ കിട്ടുമായിരുന്നു. അന്വേഷിച്ച് പോയിട്ട് കൊന്നത് SFI ആണെന്ന് അറിഞ്ഞപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരന്മാർ, അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റുകാർ SFIക്കാരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ മന്ത്രിക്കും കാര്യങ്ങളൊക്കെ അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ആ രീതിയിൽ ട്രാക്ക് മാറിയിട്ട് തെളിവുകൾ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ കിട്ടിയിട്ടാണ് CBIയുടെ കയ്യിൽ കിട്ടിയത് കേസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറയുമ്പോൾ CBIക്ക് ഹാജരാക്കാൻ പറ്റുന്ന തെളിവുകൾ ചിലപ്പോൾ കിട്ടിക്കാണില്ലായിരിക്കും. ചിലപ്പോൾ ഇനിയും സമയമെടുക്കുമായിരിക്കും. അതുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റവിമുക്തമാക്കി നമുക്ക് പറയാൻ പറ്റില്ല. ഇവരന്മാർക്കൊക്കെ വധശിക്ഷ ഇവർക്ക് ഏതറ്റം വരെ പോയാൽ കിട്ടും. ആ അറ്റം വരെ വധശിക്ഷ വരെ വാങ്ങിക്കൊടുത്തിട്ട് തന്നെ ഞാൻ ഇറങ്ങുള്ളൂ. അല്ല ജാമ്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു കുറ്റവിമുക്തമാക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കോടതി ഉപാധികളോടുകൂടി കൊടുത്തിട്ടുണ്ട്. കാര്യം ശരിയായിരിക്കും. എന്തുപാധിയാണെന്ന് നമുക്കറിയില്ല. എന്തുപാധി ആയിക്കോട്ടെ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലും തെളിവ് നശിപ്പിക്കും. അവരെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവരെ സാക്ഷികളെ സ്വാധീനിക്കും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ ഒരു റൂമിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. ഇതൊക്കെ ഇതുവരെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിരുന്നെന്നാണ് അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ സംഭവം നടന്ന ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയും അത്തരത്തിലുള്ള ഇടപെടൽ പുറത്തിറങ്ങുമ്പോൾ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അത്തരത്തിലുള്ള ബാഹ്യമായ ഇടപെടലും ഉണ്ടാവും, ഇവർ രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുമെന്ന് അത്തരത്തിൽ എന്തെങ്കിലും കരുതുന്നുണ്ടോ? അത് ഉറപ്പായിട്ട് കരുതുന്നുണ്ട്. കാര്യത്തിൽ രക്ഷപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഭാഗ്യമായിട്ട് പല രീതിയിലും ചെയ്യും. അതിപ്പോൾ അവർ അകത്ത് കിടന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ആൾക്കാരൊക്കെ പുറത്തുണ്ടല്ലോ. നല്ല രീതിയിൽ നല്ല സ്വാധീനവും കാര്യങ്ങളും ഉള്ള ആൾക്കാർ തന്നെയാണ് അവരകത്തുള്ളത്. ഇപ്പം പുറത്തുള്ളതും ഈ കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നടന്നുകൊണ്ടിരുന്നതെല്ലാം ഇതാണല്ലോ. അവരുടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഈ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയത് ഈ സാക്ഷികളല്ല, ക്ഷമിക്കണം, ഈ പ്രതികൾ വയനാട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയപ്പോഴേ അവിടുത്തെ ഒരു പഴയ MLA തന്നെ കൂട്ടിന് പോയല്ലോ. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ തെളിവ് അവർ കൂട്ടം നിൽക്കുന്നുള്ളത്.
അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് SFIയുടെ ഏറ്റവും വലിയ നേതാവ് ഈ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഈ കോളേജിൽ കയറിയിട്ട് അവിടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി 2 ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം സ്വാധീനിക്കാനുള്ള കഴിവല്ലേ. അതുകൊണ്ട് ഇനിയും സ്വാധീനിക്കും എന്ന് പറഞ്ഞിട്ട് സ്വാധീനിക്കും ഉറപ്പാണ്. സ്വാധീനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്, ഈ കേസ് അട്ടിമറിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട. അവർ തെളിവ് നശിപ്പിക്കട്ടെ അല്ലെങ്കിൽ സ്വാധീനിക്കട്ടെ, അത് അവരുടെ രീതി നടത്തിക്കോട്ടെ. അതുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഈ പറയും പോലെ അവർ വലിയ ആളല്ലേ അല്ലെങ്കിൽ മറ്റേമാർ ചെയ്യൂലേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരിക്കലും അത് അടങ്ങിയിരിക്കില്ല. അല്ലെങ്കിൽ മറ്റേ ഈ CBI അന്വേഷണം ഏറ്റവും വൈകിപ്പിച്ച 3 ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചെടുത്തത് എങ്ങനെയാണ്? പ്രൊമോഷനോട് കൂടി ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചെടുത്തത്. ഈ പ്രൊമോഷനോട് കൂടി തിരിച്ചെടുത്ത് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് അല്ലല്ലോ, ആഭ്യന്തര മന്ത്രി അറിയാതെ തിരിച്ച് പ്രൊമോഷൻ കൊടുക്കും. അല്ലെങ്കിൽ നാളെ പറയുമായിരിക്കും ഞാൻ അറിഞ്ഞില്ല മറ്റവരാണ് പ്രൊമോഷൻ കൊടുത്തിരുന്നത്, അങ്ങനെയല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ പേടിക്കില്ല. ഇത് മുമ്പോട്ട് തന്നെ പോകും. എവരത്ത് ഏതൊരു രീതിയിൽ പോട്ടെ, ഏത് അറ്റം വരെ പോട്ടെ, ഞാൻ അതിൻ്റെ അപ്പുറത്തെ രീതിയിൽ പോകും. എനിക്ക് അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അനു, 19 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് കുറ്റവിമുക്തരാകുന്നതല്ല. ഏത് അറ്റം വരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ കരുതുന്നത്. സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ അത് ഏതറ്റം വരെ സിദ്ധാർത്ഥിന് നീതി നേടുന്നത് വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.